നമസ്കാരം. ഒരു ഗ്രാമത്തിൽ ഇത്ര വലിയ ഒരു സാംസ്കാരികോത്സവം നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും എന്ന് തെളിയിക്കുകയാണ് നെടുമ്പന ഗ്രാമപഞ്ചായത്ത്. 10 കേന്ദ്രങ്ങളിലായി 10 ദിനങ്ങൾ നീളുന്ന മലയാളത്തിന്റെ മണമുള്ള, മുഖച്ഛായയുള്ള, സ്വഭാവമുള്ള, സാംസ്കാരിക തനിമയുള്ള കലോത്സവങ്ങൾ. ഇതിന്റെ സംഘാടനം നിസ്സാരമല്ല. വിവിധ ഇടങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന കലാകാരന്മാർ, ആസ്വാദകർ, അങ്ങനെ ഒരു ഗ്രാമം മലയാള നാടിന്റെ സംസ്കാരം ലോകത്തിന് മുഴുവൻ എത്തിക്കുകയാണ്. വലിയ അഭിമാനം തോന്നുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. മത ചിഹ്നങ്ങളില്ലാതെ, രാഷ്ട്രീയ കൊടി അടയാളങ്ങളില്ലാതെ കലാകാരന്മാരും സംഘാടകരും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ മഹോത്സവം. ഒരു വലിയ സംഘാടക സമിതിയാണ് എന്നോടൊപ്പം ഉള്ളത്. ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം, വിശേഷങ്ങൾ. ഇത് സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് സിദ്ധാർത്ഥയുടെ മനസ്സിലുദിച്ചൊരു ആശയമാണ്. അതാദ്യം ഈ നവസാംസ്കാരികോത്സവം ആദ്യം 2 വർഷക്കാലം സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലായിരുന്നു നടന്നിരുന്നത്. പിന്നീടാണ് ഈ നെടുമ്പന ഗ്രാമപഞ്ചായത്തിന്റെ 10 ഇടങ്ങളിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ പഞ്ചായത്തിനെ, വളരെ സുന്ദരമായ ഈ ഒരു ഗ്രാമത്തെ നമ്മുടെ സാംസ്കാരിക കേരള ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സിദ്ധാർത്ഥ ഫൗണ്ടേഷനും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വി ദേവൻ കലാഗ്രാമവും ഈ പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളെയും വായനശാലകളെയും സാംസ്കാരിക സമിതിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്ര വിപുലമായ ഒരു ഗ്രാമോത്സവം 10 ഇടങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് വലിയ സവിശേഷത. അപ്പോൾ ഇതൊരു ഗ്രാമത്തിന്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംഘാടകർക്ക് വലിയ സന്തോഷം ഉളവാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി തെയ്യം, പടയണി, ചവിട്ടുനാടകം, അതുപോലെ കഥാപ്രസംഗം, നാടകം, ഗാനമേള, നാടൻപാട്ട്, അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളാണ് നവംബർ 1 മുതൽ 10 വരെ ഈ നെടുമ്പന ഗ്രാമപഞ്ചായത്തിന്റെ 10 കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഈ കേരളം ഒട്ടാകെ ഇതുപോലെ സാംസ്കാരികോത്സവങ്ങൾ നടത്തപ്പെടും എന്നുള്ളത് ഞങ്ങളുടെ സംഘാടകരുടെ ശുഭപ്രതീക്ഷയാണ്. മാധ്യമങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട്. കാരണം ഇത് ജനങ്ങളിലെത്തണം. ഇതുപോലെ നമുക്ക് പുതിയ തലമുറയ്ക്ക് സുപരിചിതമല്ലാത്ത പടകിളി, തെയ്യം, തോൽപ്പാവക്കൂത്ത്, ഓട്ടംതുള്ളല്, ചാക്യാർകൂത്ത്, ചവിട്ടുനാടകം ഇത്യാദി കലകൾ ഇതുപോലെ അത് കാണാനും അത് അടുത്തറിയാനും കഴിയുന്നതൊക്കെ ഈ പുതിയ തലമുറയ്ക്ക് വലിയ സൗഭാഗ്യമാണ്. സിദ്ധാർത്ഥ ഫൗണ്ടേഷനാണ് ഇതിനുള്ള പണമൊക്കെ നൽകുന്നത്. അത് ആ ഒരു പ്രസ്ഥാനം ഇത്തരം സാംസ്കാരിക മേഖലകൾക്ക് നീക്കിവെക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. ഞങ്ങൾ സംഘാടകർക്ക് വലിയ നന്ദിയും കടപ്പാടുമാണ് ആ പ്രസ്ഥാനത്തോട് ഉള്ളത്. ഇത് 4ാം വർഷമാണ്. കഴിഞ്ഞ 4 വർഷമായി ഈ ഒരു സാംസ്കാരികോത്സവം ഈ നെടുമ്പനയിൽ നടക്കുകയാണ്. ഞാൻ പ്രേംഷാജ് പള്ളിമൺ, പ്രോഗ്രാം കോർഡിനേറ്ററാണ്. ഇത് ഈ നാടിൻ്റെ ഉത്സവമാണ്. ഒരു സംസ്കാരം ഉണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ സംസ്കാരം കാണിക്കുക പാടും. നെടുമ്പനയ്ക്കൊരു സംസ്കാരമുണ്ടെന്നും അത് പുറം ലോകത്തെ കാണിക്കാൻ കഴിയും എന്നും ഈ സുരേഷ് സിദ്ധാർത്ഥയും സിദ്ധാർത്ഥ ഫൗണ്ടേഷനും വി ദേവൻ കലാഗ്രാമവും നാട്ടിന്റെ മുമ്പിൽ 10 ദിവസങ്ങളായി കാണിക്കുകയാണ്. ഒരുപക്ഷെ ഇതിന് മാതൃകകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇതിനേക്കാളും വലിയ ഉത്സവങ്ങൾ ഇവിടെ നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. സൂര്യ ഫെസ്റ്റിവൽ പോലെ, കൊച്ചിൻ ബിനാലെ പോലെയുള്ള 10-15 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ സംസ്ഥാനത്ത് നടക്കുന്നത് ഏതെങ്കിലും വലിയ പട്ടണങ്ങളിലെ ശീതീകരിച്ച മുറികളിൽ ലോകത്തെ വലിയ ആളുകളെ വിളിച്ചിരുത്തി നടത്തുന്ന ഒരു ആഘോഷം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ആഘോഷമല്ല, ഇത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ അടയാളം നിങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. 10 ഇടങ്ങളിലായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ നടത്തുന്നത്. അത് ഈ 10 ഇടത്തും ഞങ്ങളുടെ സംഘാടകർ ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചാൽ ഇതിന്റെ മൈക്കും സ്റ്റാൻഡും സ്റ്റേജും കസേരകളും മേശയും എല്ലാം ചുമന്ന് ഇന്ന് രാത്രിയിൽ തന്നെ എവിടെയാണോ അടുത്ത പ്രോഗ്രാം ആ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. നാളെ രാവിലെ അത് അവിടെ സെറ്റ് ചെയ്യുകയാണ്. നാളെ നിങ്ങൾ വരുമ്പോൾ അവിടെ ഒരു വേദി, ഈ വേദി അവിടെ പുനർജനിക്കുകയാണ്. അങ്ങനെയുള്ള പരിപാടി ലോകത്ത് ആദ്യമായിട്ടാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് കേരളത്തിലാകെ ഈ ഞങ്ങൾ കൊളുത്തിയ ദീപം ആളിക്കത്തുമെന്നും
കേരളത്തിന്റെ സാംസ്കാരിക നവമണ്ഡലത്തിൽ ആയിരക്കണക്കിന് നവങ്ങൾ ഉണ്ടാവുമെന്നും അത് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ അടുത്ത തലമുറ അഭിമാനത്തോടെ ഞങ്ങളുടെ ഈ നവത്തെ വരവേൽക്കുമെന്നും ഞങ്ങൾ കരുതുകയാണ്. ഞാൻ സന്ധ്യ ജയൻ, സംഗീത അധ്യാപികയാണ്. ഇന്ന് നവം 6ാം ദിവസം നമ്മുടെ ഈ നെടുമ്പന എന്ന കൊച്ചു ഗ്രാമത്തിലെ ഞങ്ങളുടെ പ്രദേശത്ത് അരങ്ങേറുകയാണ്. ഇവിടെ നെടുമ്പനയുടെ ഒരു ദേശീയ ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നവം. ഇത് വളരെ ആഘോഷപൂർവ്വമാണ് ഓരോ ജനതയും ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഈ വേദി ഒരുക്കിയിരിക്കുന്നത് ഉൾപ്പെടെ സാധാരണക്കാരായ വീട്ടമ്മമാരുൾപ്പെടെയായിട്ടുള്ള വനിതകൾ ഉൾപ്പെടെയാണ് ഇന്ന് ഇതിൻ്റെ ഒരു വേദി ഒരുക്കിയത് വരെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പടയണിയാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ പടയണി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങൾക്കൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. അവർക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് അറിയാനും പഴയ ആൾക്കാർക്ക് അവരുടെ ഒരു ഓർമ്മ അതിലൂടെ ഒന്നുകൂടെ വരാനും ഒക്കെ അനുഭവമാകുന്ന ഒരു പടയണി കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തും ഇതെത്തുമ്പോൾ ആ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഒരു വലിയ അവസരമാണ്. 100ഓളം കുട്ടികളാണ് ഇന്നിവിടെ 1.5 മണിക്കൂർ പെർഫോം ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവർക്ക് ഇങ്ങനെ വ്യത്യസ്തമായ കലാപരിപാടികളും പുതിയ അവർ കണ്ടിട്ടില്ലാത്ത ഇപ്പോൾ ആർട്ട് എഡ്യൂക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ ടെക്സ്റ്റിലും നമ്മൾ യൂട്യൂബിലും ഒക്കെ കാണുന്ന കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വലിയ ഒരു അനുഭവ പഴയ ഇപ്പോഴും അന്യം നിന്നുകൊണ്ടുപോകുന്ന ഒരുപാട് കലാരൂപങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിക്കാൻ ഈ നവ സാംസ്കാരിക വേദിക്ക് കഴിയുന്നു. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമസ്കാരം, സുരേഷ് സിദ്ധാർത്ഥയാണ്. കൊല്ലം സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെയും എം ഇ ദേവൻ കലാഗ്രാമത്തിന്റെയും ഫൗണ്ടറും അതിന്റെ സെക്രട്ടറിയുമാണ്. ഞാൻ മാവേലിക്കര കോളേജ് ഓഫ് ഫൈനാൻസ് പഠിച്ച ഒരു ആർട്ടിസ്റ്റാണ്. മാത്രമല്ല ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകരുമാണ്. നമ്മുടെ നാട്ടിലെ അന്യം നിന്ന് പോകുന്ന ഈ കലകളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിന്റെ ഒരു ഐക്യം, ഒരു നവീകരണം കൂടി സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നെടുമ്പന എന്ന ഈ ഗ്രാമത്തിനെ കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാമിൽ 10 ദിവസമായിട്ട് നെടുമ്പനയുടെ 10 സ്ഥലങ്ങളിൽ നെടുമ്പനയിലെ തന്നെ 40ഓളം വരുന്ന ലൈബ്രറികളും ക്ലബ്ബുകളും യുവാക്കളും മറ്റു സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം ചേർന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. സിദ്ധാർത്ഥ ഫൗണ്ടേഷനാണ് ഈ പ്രോഗ്രാമിന്റെ മുഖ്യ സംഘാടകർ. നാട്ടുകാരെ, നവം സാംസ്കാരികോത്സവത്തിന്റെ 6ാം ദിവസമായി ഇന്ന് പുത്തൻചന്ത കലാമണ്ഡലം രാജു നഗറിൽ ഇന്നത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് വളരെ പ്രസക്തനായ കവിയും ഗാനരചയിതാവുമാം ആയ ശ്രീ വയലാർ ശരചന്ദ്ര വർമ്മയ്ക്കാണ്. മലയാള ചലച്ചിത്രോത്സവത്തെ ഏറ്റവും പ്രഗത്ഭനായ കവിയും ഗാനരചയിതാവും ആയ ശ്രീ വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങൾ കോർത്തിണക്കി നെടുമ്പന വിജയ ലൈബ്രറി വനിതാ പ്രവർത്തകർ അർപ്പിക്കുന്ന ആദരവ്. ശ്രേഷ്ഠരായ നിരവധി കവികളാൽ അനുഗ്രഹീതമാണ് മലയാള ഭാഷ. എന്നാൽ അവരിൽ ചിലർ മാത്രമേ മനുഷ്യരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളൂ. എഴുത്തിലൂടെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ പോലും മനസ്സിൽ ഇടം നേടി കാലാതീതമായി ജീവിക്കുക എന്നത് അപൂർവമാണ്. ആ അപൂർവതയായിരുന്നു വയലാർ രാമവർമ്മ എന്ന കവി. ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു.
എനിക്കിനിയൊരു ജന്മം കൂടി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം പെണ്ണാളെ പെണ്ണാളെ കരിമീ പെണ്ണാളെ 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 കരിമീ പെണ്ണാളെ പെണ്ണാളെ ഹോയ് ഹോയ് ഏലം തോണിയില് അലയുടെ താലോലങ്കിൽ പെണ്ണല്ലേ പെണ്ണാളെ പെണ്ണാളെ കരിമീ പെണ്ണാളെ പെണ്ണാളെ തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്തന തന്താന. ഒരു പാട്ട് പാടിയില്ല. രാജശില്പി അറിയാമോ പാട്ട്? അറിയാം, ഒന്ന് പാടി കേക്കട്ടെ. നീ രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? കുളകൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും ഹൃദയത്തണികളിൽ അനുരാഗത്തിൻ അമൃത് നിവേദിക്കും കളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. നവം സാംസ്കാരികോത്സവത്തിൻ്റെ 6ാം ദിവസം നെടുമ്പനയുടെ മണ്ണിൽ നടക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നെടുമ്പന ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അത്യാവേശപൂർവം ഈ നാടും നാട്ടാരും സ്വീകരിച്ച നവം അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. നമുക്കറിയാം, നമുക്കൊരു സംസ്കാരമുണ്ട് എന്ന് പറയുക എളുപ്പമാണ്. പക്ഷേ ഒരു സംസ്കാരം കാണിക്കുക എന്നത് നല്ല സംസ്കാരമാണെങ്കിൽ മാത്രമേ പറ്റൂ. അങ്ങനെ ഒരു നല്ല സംസ്കാരം നെടുമ്പനയ്ക്കുണ്ടെന്നും ആ സംസ്കാരം ഈ നാടിനെ നമ്മൾ തൊട്ടുണർത്തിക്കൊണ്ട് കാണിക്കുകയാണ് എന്നും സുരേഷ് സിദ്ധാർത്ഥയും സിദ്ധാർത്ഥ ഫൗണ്ടേഷനും MV ദേവൻ കലാഗ്രാമവും നവം സാംസ്കാരികോത്സവത്തിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. സാക്ഷാൽ വയലാർ ശരത്ചന്ദ്രവർമ്മ. പ്രിയമുള്ളവരെ, വെറും 47 വർഷം മാത്രം ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇപ്പൊ 50 വർഷം പൂർത്തിയായി അല്ലേ സാർ? 50ാം ചരമവാർഷികം നടക്കുകയാണ്. നോക്കൂ, 47 വർഷം ജീവിക്കുകയും 50 വർഷം മരണത്തിന് ശേഷം കഴിയുകയും ചെയ്തിട്ടും ഇന്നും ഈ നാട്ടിലെ 10,000 ആ പാട്ട് കേട്ടപ്പോ കൂടെ പാടി ഇല്ലേ? ഒരാൾ പോലും പാടാകുന്നില്ല. വയലാർ എന്നത് ഒരു വ്യക്തിയുടെ പേരായി മാറുകയാണ്. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി വിജയ ലൈബ്രറിയുടെ സെക്രട്ടറി ശ്രീ ദിലീപ് കുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നവം സാംസ്കാരികോത്സവം 2025 അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 6ാം ദിവസമാണ് നമ്മുടെ പുത്തൻചന്തയിൽ നമ്മുടെ പ്രദേശത്തെ ഒരു കലാകാരനായ കലാമണ്ഡലം രാജുവിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ നഗർ, കലാമണ്ഡലം രാജു നഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നഗറിൽ വെച്ചാണ് നമ്മളിന്ന് ഈ നവം സാംസ്കാരികോത്സവം 6ാം ദിവസമായി പുത്തൻചന്തയിൽ അരങ്ങേറുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇതിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡന്റായി ഇരിക്കുകയും ഇപ്പോൾ നമ്മുടെ
ഗാന്ധി ഭവൻ നമ്മുടെ തൊട്ടടുത്ത് ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയും ആ മാഡത്തെ ഞാൻ സന്തോഷ പുരസ്കാരം നമ്മുടെ വിജയ ലൈബ്രറിയുടെ പേരിലും നവം സാംസ്കാരികോത്സവത്തിന്റെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലയാളത്തിന്റെ പ്രിയ കവി, ഇവിടെ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു. എൻ്റെ കൽപ്പിലെ എന്ന് പറയുന്ന മനോഹരമായ ഗാനത്തിന്റെ ഉടമ, അതുപോലെ നമ്മുടെ മനസ്സിലെല്ലാം കുളിർമയും സന്തോഷവും പകരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ വയലാർ ശരചന്ദ്രവർമ്മ അവർകളെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വരും തലമുറയ്ക്കൊരു കരുതലായി നവം 10 കേന്ദ്രങ്ങളിലായിട്ട് നടക്കുകയാണ്. വളരെയേറെ ജനപ്രീതി നേടിയ ഒന്നാണ് നവം. ഇതിൻ്റെ പിന്നിൽ ഒട്ടേറെ പേരുടെ പ്രയത്നമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും തലപ്പത്ത് നിന്നുകൊണ്ട് ഇതിനെ ഈ രീതിയിൽ 10 വേദികളിലായിട്ട് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെ ആ സംഘാടനവും എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് പ്രിയങ്കരനായ സിദ്ധാർത്ഥ സുരേഷ് സാറാണ്. ഇന്ന് നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്നത് പ്രിയങ്കരനായിട്ടുള്ള കവിയും ഗാനരചയിതാവുമായ ശ്രീ വയലാർ ശരചന്ദ്രവർമ്മ സാറാണ്. സാറിനെയൊക്കെ നമുക്ക് ഈ ഒരു പരിപാടിക്ക് കിട്ടുക എന്നുള്ളത് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ്. സാറിന് പോകാൻ തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഈ യുഗസംക്രമ സന്ധ്യ വരെ പരിവർത്തനത്തിൻ്റെ പാതവരെ പരിണാമസാഗര സീമ വരെ, മാറ്റത്തിൻ്റെ സാഗരത്തിൻ്റെ അതിര് വരെയുള്ള യാത്രയാണ് നവവും MV ദേവൻ കലാഗ്രാമവും സിദ്ധാർത്ഥ ഫൗണ്ടേഷനും കൂടെ നേതൃത്വം നയിക്കുന്ന ഒത്തിരി സംഘടനകൾ, ലൈബ്രറികൾ, പഞ്ചായത്തുകൾ എല്ലാവരും ഉണ്ട്. അപ്പം ഒന്നുമില്ലാത്തവരും ഒന്നായിട്ട് നിൽക്കുന്നവരും ഒരുമിച്ച് നിന്നാൽ 9-നേക്കാൾ വലിയ ആളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ്. നമ്മുടെ ഈ സാംസ്കാരിക ഉത്സവത്തിൽ ഏറ്റവും വലിയ, നമുക്ക് ഒറ്റയ്ക്കിരിക്കുക, മൊബൈൽ ഫോൺ നോക്കി വെറുതെ ഇരിക്കുക. പക്ഷേ അടുത്തുള്ള ഒരാളെയൊക്കെ നമുക്ക് കിട്ടുമെങ്കിൽ നമ്മുടെ വില കൂടും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, കൊച്ചിൻ ബിനാലെ പോലെ, തൃശ്ശൂർ പൂരം പോലെ, സൂര്യ ഫെസ്റ്റിവൽ പോലെ ഇത് വലുതാക്കിയെടുക്കുക. പിന്നെ പുറത്തും അകത്തുമുള്ള വലിയ വലിയ ആൾക്കാരെ ഈ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശം ഇതിനുണ്ട്. അറിവ് തിരിച്ചറിവാകുക എന്നുള്ള ഏറ്റവും വലിയ. കുറെ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അറിവ് എവിടെ എപ്പോൾ പ്രയോഗിക്കണം. കുറെ പുസ്തകം വായിച്ച് അറിവ് മേടിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ഇവിടെ ഇപ്പം കളക്ടർമാരൊക്കെ ചെയ്യും, പോലീസുകാർ ചെയ്യും, SP-മാർ ചെയ്യും. ഒരു പെട്ടെന്ന് 10-100 പേര് ഓടി വരുമ്പോൾ അവരെ എങ്ങനെ ആക്രമിക്കാണ്ടിരിക്കാൻ, അവരെ എങ്ങനെ തടഞ്ഞു നിർത്താം, അത് തിരിച്ചറിവാണ്. ഈ നവം സംസ്കാരോത്സവത്തിനും പിന്നെ സിദ്ധാർത്ഥ ഫൗണ്ടേഷനും പിന്നെ MV ദേവൻ കലാഗ്രാമത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. കാര്യം അതാണ് 10 വർഷം കഴിഞ്ഞും അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞും സൂര്യ ഫെസ്റ്റിവൽ പോലെ, കൊച്ചിൻ ബിനാലെ പോലെ, തൃശ്ശൂർ പൂരം പോലെ നിലനിൽക്കണം എന്നുള്ള ബോധം മാത്രമല്ല ആൾക്കാരെ വിളിച്ചു വരുന്നത്. തീർച്ചയായിട്ടും അത് ചെയ്യണം കേട്ടോ. അത് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതിന് ഭാസ്കര മാഷൊരു പാട്ടുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലെ കഴിവ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാറുള്ളത്. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇരുന്നാൽ മതിയോ? നമ്മുടെ ഉള്ളിലൊരു കഴിവ്, അത് നമ്മുടെ ഓടക്കുഴലിൽ ഒളിച്ചിരുന്നാൽ മതിയോ? അത് എന്ത് ചെയ്യണം? മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. അപ്പൊ ഉള്ളിലുള്ള കല വിരല് കൊണ്ടോ ചിന്ത കൊണ്ടോ ഭാവന കൊണ്ടോ അതിനെ തൊട്ട് 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 മീട്ടി പുറത്തിറങ്ങുക. നാലാം നവത്തിൻ്റെ 6-ാം തീയതി ചടങ്ങ് നിങ്ങളെല്ലാ പേരുടെയും അനുഭവത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു. ഒപ്പം തന്നെ പഞ്ചായത്തിൽ 5 വർഷം ഈ പഞ്ചായത്തിൻ്റെ വികസന പന്ഥാവിലേക്ക് നയിച്ച പഞ്ചായത്ത് അംഗങ്ങളെ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ആദരിക്കുന്നുണ്ട്. നവമുണരുന്നു, നെടും പനയുണരുന്നു, നവം
ബഹളമിരുളല നീക്കി വിരുന്നിനെത്തുന്നു. കഥയും പാട്ടും നൃത്തവുമായി കാവുകൾ ഉണരുന്നു, കലയുടെ കേളികൾ ഉയരുന്നു. നവം 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 നവം. തെയ്യം തിറയും ചാക്യാർ കൂത്തും കൈകൊട്ടിപ്പാട്ടും തിരുവാതിരയും പടയണി കഥകളി കാവ്യ സദസ്സുകളും നാടിൻ സ്പന്ദനമാകുന്നു. നവം 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 നവമുണരുന്നു. നിങ്ങൾ ആരും ഇതിൻ്റെ കാഴ്ചക്കാരായി ഇരിക്കേണ്ടവരല്ല. ഈ പ്രവർത്തനം നാളെ മുതൽ ഏറ്റെടുത്ത് നെടുമ്പന എന്ന ഈ കുഞ്ഞു ഗ്രാമത്തിനെ കേരളത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വാർത്തകളിലേക്ക് എത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ കഴിയണം. നമ്മുടെ ഈ ഗ്രാമം എല്ലാ തരത്തിലും അഭിവൃദ്ധി പ്രാപിച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനം. നമ്മുടെ നാട് തേടി ടൂറിസ്റ്റുകളും അതുപോലെയുള്ള ശാസ്ത്രാന്വേഷികളും പ്രകൃതി സ്നേഹികളും ഒക്കെ എത്തിച്ചേരും. അതിനുവേണ്ടിയാണ് നവംബറിൽ നെടുമ്പനയിൽ അരങ്ങേറുന്ന ഈ നവം. അത് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ നവംബർ മാസങ്ങളിലും നമുക്ക് ഓർമ്മ വേണം, നവം സാംസ്കാരികോത്സവം എത്തുകയാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഓരോ വേദിയിലും ആദരവ് വാങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ മുതൽ പ്രായം കൂടിയ ആൾ വരെ ഉള്ളവരുടെ ഉത്തരവാദിത്തമാണ് ഈ സാംസ്കാരികോത്സവം ഏറ്റെടുക്കേണ്ടത്. ഇത് തുടങ്ങി വെച്ചത് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ആണ് എന്ന് കരുതി ഇത് സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ പ്രോഗ്രാമേ അല്ല. നവം സാംസ്കാരിക വേദി ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നാളെ വെളിച്ചിക്കാലയിൽ എത്തുന്നത് കാസർഗോഡ് നിന്നുള്ള തെയ്യത്തിന്റെ സംഘമാണ്. നിങ്ങൾ കാന്താര എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ കണ്ടു കാണും. അതിലുള്ളതുപോലെയുള്ള 20 അടി നീളമുള്ള ചാമുണ്ടി തെയ്യമടക്കം വിശേഷപ്പെട്ട അനേകം അനുഷ്ഠാന കലകൾ ഏതാണ്ട് ഓരോ പ്രോഗ്രാമിനും അതിന് ചെലവുകൾ തന്നെ വളരെയേറെയാണ്. 20 കിലോ വെളിച്ചെണ്ണ, 5 കിലോ മഞ്ഞപ്പൊടിയൊക്കെയാണ് അവർ തന്നേക്കുന്ന ലിസ്റ്റ്. 40 തെങ്ങോലകളാണ്, കുരുത്തോലകളാണ് ഒരു പ്രോഗ്രാമിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം എത്ര നയന മനോഹരമായ ഒരു പ്രോഗ്രാം. നമ്മുടെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളൊക്കെ ആമ്പൽക്കുളങ്ങളാക്കി മാറ്റി അവിടെ വഞ്ചി ഇറക്കി അതിന് ചുറ്റും കൊച്ചു കൊച്ചു കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങി ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാൻ കഴിയണം. നവംബറിൽ ആരംഭിക്കുന്ന ഈ ആഘോഷം മാർച്ച് വരെ നീണ്ടു നിൽക്കണം. ഇത് ഒരു വലിയ സങ്കല്പമാണ്. അത് ഈ ഒരു ഗ്രാമത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. ഞാൻ സംസ്ഥാനത്തിൻ്റെ 18ാമത്തെ ചീഫ് ആർക്കിടെക്റ്റാണ്. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ആളുമാണ്. കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് 60 വർഷമായുള്ള PWD ചരിത്രത്തിലെ 18ാമത്തെ ചീഫ് ആർക്കിടെക്റ്റാണ്. എൻ്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ചെറുതും വലുതുമായ പലതരം പ്രോജക്റ്റുകളാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ സിറ്റിയാണ്. 1000 കോടി രൂപയുടെ ജുഡീഷ്യൽ സിറ്റിയാണ് ഇപ്പം മിനിസ്റ്റർ രാജീവ് സാർ ഇപ്പം അനൗൺസ് ചെയ്തു. ഞാൻ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് നെടുമ്പന LPGS സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി, സെൻറ്റ് ജൂഡ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം കൊല്ലം SM കോളേജിൽ PDTയും അതിന് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BArchും മദ്രാസ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്ങിൽ നിന്നും ലാൻഡ്സ്കേപ്പിൽ മാസ്റ്റേഴ്സും എടുത്തതിന് ശേഷമാണ് 2001 PWD ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് 25 വർഷത്തിന് ശേഷം ഈ വർഷം ജൂൺ 1-നാണ് എന്നെ ചീഫ് ആർക്കിടെക്റ്റായിട്ട് സംസ്ഥാന സർക്കാർ നിയമിച്ചത്. അപ്പോൾ ഈ നാട് തന്ന ഈ സ്നേഹാദരങ്ങൾക്ക് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. നമ്മുടെ നെടുമ്പനയുടെ ഒരു ഉത്സവം എന്ന രീതിയിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി നടന്നു വരുന്ന ഒരു ആഘോഷമാണിത്. കഴിഞ്ഞ വർഷവും നമ്മുടെ വാർഡിൽ ഇതേ വേദിയിൽ തന്നെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നിരുന്നത്. അന്നും ഇന്നും നിറഞ്ഞ സദസ്സിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയവും. ഇപ്പോൾ നമ്മുടെ പഴമയുടെ സൗന്ദര്യം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് ഇത്തരത്തിലുള്ളൊരു പരിപാടികൾ വളരെ ആവശ്യമാണ്. കാര്യം പണ്ടൊക്കെ തന്നെയും ഓണത്തിനൊക്കെ പരിപാടി നടക്കുമ്പോൾ തിരുവോണത്തിൻ്റെ അന്നൊക്കെ മെയിൻ പരിപാടിയുടെ അന്ന് മിക്കവാറും നാടകമായിരിക്കും നടക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. കാര്യം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഗാനമേളയും DJ സോങ്ങും ഒക്കെ നടത്തുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളൊരു സാംസ്കാരിക പരിപാടികളൊക്കെ നടത്തുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട പരിപാടികളും മെച്ചപ്പെട്ട രീതിയിലുള്ള സംഘാടനവുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ കരുതലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നിങ്ങളെയും ഈ ക്ലബ്ബുകളെയും ME ദേവൻ കലാഗ്രാമത്തിൻ്റെ പേരിലും സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. സരി സരി സ
ഓരോ വകതാപങ്ങളെ ചൊല്ലി തകത വെന്തുടൻ കേഴുന്നതു മോന അടുത്ത വന്ദന ചെയ്തു പഠിത്തമുള്ളൊരു ബാലു കതിച്ചേവോ സാധനന്ദി ഭേദമിങ്ങനെ ബോധമാ വസിച്ചിടു നവമുണരുന്നു നെടും പനയുണരുന്നു നവം പരത്തുമ്പോൾ കലയുടെ കേളികൾ ഉയരുന്നു പുതുമയിടുന്നൊരു കേരളം ഇവിടെ പുനർജനിക്കുന്നു ഒന്നായി ഉണർന്നു പാടുന്നു നവം 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 കലയുടെ കാഹളമിരുളല നീക്കി വിരുന്നിനെത്തുന്നു കഥയും പാട്ടും നൃത്തവുമായി കാവുകൾ ഉണരുന്നു